നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എങ്ങനെയെങ്കിലും ശിവാനി ഒഴിവാക്കി പ്രണവിനെ രക്ഷിച്ചേ മതിയാവൂ. പക്ഷെ അതെങ്ങനെ നടക്കുമെന്ന് എനിക്ക് ഒരു രൂപവുമില്ല. പ്രണവ് അന്ധമായിട്ട് ശിവാനിയെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം. അവൾ അവനെ മയക്കെടുത്ത് കഴിഞ്ഞു. അവന്റെ മനസ്സ് മാറ്റിയെടുക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവന്റെ ഒരു പ്രേമം വകതിരിവില്ലാതെ ഏതെങ്കിലും കുരുക്കി ചെന്ന് ചാടിക്കൊള്ളൂ. പക്ഷെ എങ്ങനെയെങ്കിലും അവനെ ആ കെട്ടുപാടിന് ഊരിയെടുത്ത് പറ്റൂ. ശിവാനി എന്നെ പുറത്താക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അവളെ എങ്ങനെ ഒഴിവാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ പ്രണവിന്റെ ജീവിതം സേഫാവൂ. നിന്റെ കാര്യത്തിൽ എനിക്ക് ഭയമില്ല. എനിക്കിപ്പോ രക്ഷിച്ചെടുക്കേണ്ടത് പ്രണവിനെയാ, ശിവാനിയെന്നല്ല, എന്റെ അമ്മയെന്നല്ല. ഇനി സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നിന്നെ എന്നിൽ നിന്ന് അകറ്റാനാവില്ല. എന്റെ ഉயிருള്ളിടത്തോളം കാലം നീ എന്റെ അരികിൽ തന്നെ ഉണ്ടാവും. ആഹാ, രാവിലെ തന്നെ എഴുന്നേറ്റ് വീട്ടുജോലിയൊക്കെ ചെയ്തു തുടങ്ങിയോ? ആ, നല്ലതാണ്. ഇനി അങ്ങോട്ട് ഒരു സെർവന്റിനെ പോലെ കൃത്യമായി കാര്യങ്ങൾ നോക്കി ഇവിടെ ഒരു മൂലയില് കഴിഞ്ഞുകൂടുന്നതായിരിക്കും നിനക്ക് നല്ലത്. അതല്ലെങ്കിൽ, ഇനി അതിന് മടിയാണെങ്കിൽ ദേ നോക്കിയ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. ഒന്നും നോക്കണ്ട, ആരോട് യാത്ര പറയാനും നിക്കണ്ട. വേണ്ടതെല്ലാം കെട്ടിപ്പെറുക്കിയെടുത്ത് വീടിന്റെ പിൻവാതിലൂടെ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടോ. അതെ, ഈശ്വരമംഗലത്തുനിന്ന് അങ്ങനെ ഓടി രക്ഷപ്പെടേണ്ട ഒരാവശ്യം എനിക്കില്ല. നമുക്ക് കാത്തിരുന്ന് കാണാലോ പിൻവാതിലിലൂടെ ആരാണ് ഓടി രക്ഷപ്പെടുന്നതെന്ന്. ഇനി അങ്ങോട്ട് ഈശ്വരമംഗലം വീടിന്റെ സൂപ്പർ പവർ എന്ന് പറയുന്നത് ശിവാനിയാണ്. അവൾ ഇവിടുന്ന് പോവെന്നാണോ നീ ഉദ്ദേശിച്ചത്? അതൊക്കെ പോട്ടെ. ആദ്യരാത്രിയൊക്കെ കഴിഞ്ഞ് പുതിയ പെണ്ണും ചെറുക്കനും ഇപ്പൊ ഉണർന്ന് എഴുന്നേൽക്കും. നീ ചെന്ന് അവർക്ക് 2 കോഫി ഉണ്ടാക്കി മുറിയിൽ കൊണ്ട് കൊടുക്ക. ഞാൻ എന്തിന് കോഫി ഉണ്ടാക്കി കൊടുക്കണം? എന്തേ സൂപ്പർ പവറിന് കോഫി ഉണ്ടാക്കി കൊടുക്കാൻ അറിയില്ലേ? വന്ന് കോഫി ഉണ്ടാക്കാൻ പറ. അതെ, ഞാൻ ശിവാനിയുടെ സെർവന്റ് ഒന്നും അല്ല. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ്. എങ്കിലേ ഒരു കാര്യം ചെയ്യ. എന്നോട് നീ ഇപ്പൊ പറഞ്ഞത് നേരെ ചെന്ന് ശിവാനിയോട് പറയും. പിന്നെ ഒട്ടും വൈകില്ല. ഈ ഈശ്വരമംഗലം വീട് ഒരു കലാപഭൂമിയായിട്ട് മാറിക്കോളും. അതിൽ നിനക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ചെല്ല്. നിനക്ക് കോഫി ഉണ്ടാക്കാൻ സൗകര്യമില്ല, നീ അവളുടെ വേലക്കാരി അല്ലാന്ന് ചെന്ന് പറയ്. ഇവിടം ഒരു കലാപഭൂമിയാക്കണോന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണല്ലോ ആന്റി ശിവാനിയെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തത്. ശിവാനിയെ കൂട്ടുപിടിച്ച് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആന്റി ഇനി എത്രയൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും അതൊക്കെ എങ്ങനെ നേരിടണമെന്ന് നന്നായിട്ട് എനിക്കറിയാം. അതൊക്കെ ഫേസ് ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാ ഞാനിവിടെ നിൽക്കുന്നതും. ഓഹോ, എങ്കിലേ നല്ല കടുപ്പത്തില് കോഫി ഉണ്ടാക്കി കൊണ്ടു കൊടുക്കവർക്ക്. അതെ, രാവിലെ കോഫി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്ന് ഈ വീട്ടിൽ ഞാൻ തന്നെ ചെയ്യുന്ന ജോലിയല്ലേ. ഇന്ന് അവൾക്കൊരാൾക്കും കൂടി ഉണ്ടാക്കണം എന്നല്ലേ ഉള്ളൂ. അത് ഞാൻ അങ്ങ് സഹിച്ചോളാം. എന്തായാലും ആന്റി ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഈ വീടിനെ എത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരാളെ പീഡിപ്പിക്കണമെന്ന് തീരുമാനിച്ചിറങ്ങിയാൽ അയാളെ എത്ര വേണമെങ്കിലും ദ്രോഹിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എതിർപക്ഷത്ത് നിൽക്കുന്നവർ ആഗ്രഹിക്കുന്നത് സമാധാനമാണെങ്കിൽ ഒരിക്കലും അവരെ തോൽപ്പിക്കാൻ പറ്റില്ല ആന്റി. അതൊന്നോർത്താൽ നല്ലത്.
ശിവാനി, എന്തുപറ്റി? എപ്പോഴാ ഞാൻ ഉറങ്ങിയത്? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ശിവാനി വന്നത് ഓർമ്മയുണ്ട്, പിന്നെ പാല് കുടിച്ചു, അത് കഴിഞ്ഞ് 10:30 ആവുന്നവരെ നമ്മൾ കാത്തിരുന്നു, പിന്നെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ഉറങ്ങിപ്പോയോ? രാവിലെ മുതൽ ഓട്ടമായിരുന്നല്ലോ. എന്തൊക്കെ പ്രഷറും ടെൻഷനും ആയിരുന്നു. ഭയങ്കര ക്ഷീണമായിപ്പോയി. അതുകൊണ്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോയതായിരിക്കും. എന്നാലും അങ്ങനെ ഉറങ്ങൂ. സോറി, പറ്റിപ്പോയടോ. ഉറങ്ങിപ്പോയി, ക്ഷമിക്കേ. പ്രണവ് എന്തിനാ സോറി പറയുന്നേ? ആ നിധി വേണം സോറി പറയാൻ. ഏട്ടത്തിയോ? ഒരു ഏട്ടത്തി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പ്രണവ്, നീ ക്ഷീണം കൊണ്ടൊന്നും ഉറങ്ങിപ്പോയതല്ല. എല്ലാം നിധിയുടെ പ്ലാനിങ് ആയിരുന്നു. പ്രണവിനെ ഉറക്കി കിടത്തിയതാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തുണ്ടായ തെളിച്ചു പറ. നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടി നിധി തന്നുവിട്ട പാലിലും ഉറക്ക ഗുളിക കലർത്തിയിരുന്നു. അതിനൊന്നും സാധ്യതയൊന്നുമില്ല. തെളിവില്ലെന്നോ? തെളിവ് ഞാൻ കാണിച്ചു തരാം. ദാ നോക്ക്, നോക്ക്. എന്തിനാ അടുത്ത് ഇങ്ങനൊക്കെ ചെയ്യുന്നത്? നമ്മൾ ഒന്നാവാൻ പാടില്ലെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നിധിയല്ലേ? ആ നിധിക്ക് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് നടക്കുന്നത് ഇഷ്ടപ്പെടൂ? നമ്മൾ ഒരു കാരണവശാലും സന്തോഷിക്കരുത്. അതിനുവേണ്ടി ചെയ്ത പണിയായത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ നിധി സമ്മതിക്കില്ല. പ്രണവെ, നമ്മളെ തമ്മിൽ പിരിച്ചു കളയുന്നുള്ള പേടിയാ എനിക്ക്. ഈ ഏട്ടത്തി എന്നാലും ഇങ്ങനെ മാറിപ്പോയല്ലോ. എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഒന്നും പറ്റാനില്ല. നിധി മാറിയതുമല്ല. എനിക്ക് പണ്ട് മുതലേ അവളെ അറിയാവുന്നതല്ലേ. അവളുടെ തനി സ്വഭാവം ഇതാ. ഇവിടെ ഇത്രയും കാലം നിങ്ങളുടെയൊക്കെ മുന്നിൽ അഭിനയിക്കായിരുന്നു. സത്യം പറഞ്ഞ പ്രണവിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. എന്തുമാത്രം പ്രതീക്ഷിച്ചതാ ഇന്നലെ രാത്രിയില്. എല്ലാം തകർത്ത് കളഞ്ഞില്ലേ ആ ദുഷ്ട. ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം. പ്രണവ്, കോഫി എടുക്ക. എന്താ എന്താ ഇവിടെ? എന്താ എന്തോ ഒരു ഒച്ച കേട്ടത്? എന്തു പറ്റി? കൈന്ന് ട്രേ താഴെ വീണോ? എന്തു പറ്റി നിധി? പ്രണവ് കോഫി ട്രേ തട്ടിമറിച്ച് കളഞ്ഞതാ. എന്താടാ ഇത്? എന്താ നീ കാണിച്ചത്? നിനക്കും ശിവാനിക്കുള്ള കോഫിയുമായിട്ട് ഞാൻ റൂമിലേക്ക് വരുമായിരുന്നില്ലേ? പിന്നെ എന്തിനാ നീ ഇത് തട്ടിത്തെറിപ്പിച്ചേ? ഒന്നും അറിയാത്തയായിട്ട് അഭിനയിക്കല്ലേ. എന്താണത്? നിന്റെ ഏടത്തോടെ നീ സംസാരിക്കുന്നേ? ഏടത്തെയാണല്ലോ. അപ്പോ ആ സ്ഥാനത്തിന് യോജിച്ച രീതി പെരുമാറണം. അല്ലാതെ ഒരുമാതിരി തറ വില്ലത്തിമാരുടെ സ്വഭാവമല്ല കാണിക്കേണ്ടത്, കേട്ടോ? അല്ല പ്രണവ്, നീ ഇങ്ങനെ ദേഷ്യപ്പെടാനും മാത്രം എന്താ ഉണ്ടായേ? ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് നടക്കാതിരിക്കാൻ വേണ്ടി ഈ ഏട്ടത്തെ ഒരു പണിയൊപ്പിച്ചു.
ഞങ്ങൾക്ക് കുടിക്കാനുള്ള പാലിൽ ഉറക്കുകുളിയെ കലക്കിയിട്ടാ ഇന്നലെ ഇടത്ത് കൊടുത്തു വിട്ടെ. ഇത് എന്തൊക്കെയാണ് നീ ഈ വിളിച്ചു പറയുന്നത്? ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. അമ്മ, ഇല്ലാത്ത കാര്യമൊന്നും അല്ല. എന്നിട്ട് ആ പാല് കുടിച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങിപ്പോയി. എന്നിട്ടും ഇപ്പോഴാണ് ഞാൻ ഉണർന്നേ. നടന്ന കാര്യം എന്താണെന്ന് ശിവാനി പറഞ്ഞിട്ടാ ഞാൻ അറിയുന്നേ. ശിവാനി ആ പാല് കുടിച്ചില്ല. ഇത്ര തറ പരിപാടിയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നാണക്കേട് തോന്നുവാ.